നിദാ ഫാത്തിമയും, റിദാ ഫാത്തിമയും, ഇർഫാനയും ഒപ്പം ഐഷയും. ഇർഫാനയുടെ ഉമ്മ ഈ അപകടത്തിന് തൊട്ട് മുമ്പ് പനയമ്പാടത്തേക്ക് വന്നതാണ്. ഇർഫാനയും കൂട്ടി ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ പോകണം. നേരത്തെ പറഞ്ഞുറപ്പിച്ച അപ്പോയിൻമെൻ്റാണ്. ആ അപ്പോയിൻമെൻ്റ് എടുത്ത് ഇർഫാനയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ഉമ്മ കാണുന്നത് മകളുടെ ദേഹത്തേക്ക് ഒരു ലോറി പാഞ്ഞു കയറുന്ന കാഴ്ചയാണ്. നടുക്കം വിട്ടുണരും മുൻപ് തന്നെ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് ആ ഉമ്മയും കുടുംബാംഗങ്ങളും എത്തി. ആ കാഴ്ചകൾ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല. നാട്ടുകാരിപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിലേക്ക്, തുപ്പനാട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റോഡുകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നത് ഈ ഘട്ടത്തിൽ ആലോചിക്കണം. ഇന്ത്യ രാജ്യത്ത് ഒരു വർഷം 1,78,000 ആളുകൾ മരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് 4,000-ലധികം ആളുകൾ ഒരു വർഷം വിവിധ റോഡപകടങ്ങളിൽ മരിക്കുന്നു. ഇന്നും പുലർച്ചെ കൊച്ചിയിൽ ഒരു റോഡപകടത്തിൽ ഒരു ഡ്രൈവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇന്നലെ കോയമ്പത്തൂരിൽ വെച്ച് തിരുവല്ലയിലുള്ള 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഓരോ മണിക്കൂറിലും അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്.